കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്കായി ഇന്നൊരു സോയ റൈസ് റെഡിയാക്കിയാലോ. അതിനായി സോയ ചങ്ക്സ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കുക. ആവശ്യമുള്ള വെജിറ്റബിൾസ് അരിഞ്ഞു വയ്ക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കുതിർന്ന സോയ ചങ്ക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത ശേഷം ഈ സോയ ചങ്ക്സ് എല്ലാം അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി റൈസ് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ചേർക്കുക. എന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ചേർക്കാവുന്നതാണ്. ഇതാ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ സോയ റൈസ് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇതിൽ സോയ ചങ്ക്സ് നമ്മുടെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇടുന്നത് കൊണ്ട് തന്നെ ചിക്കൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. സ്കൂൾ ടിഫിനും ലഞ്ച് ബോക്സിനും കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.